ബോഡി ലാംഗ്വേജ്, മനുഷ്യൻ്റെ ശരീരഭാഷ അവൻ്റെ സ്വഭാവവും നിലപാടും പല സമയത്തും വിളിച്ചറിയിക്കുന്നതായിരിക്കും, വാക്കുകളേക്കാൾ പ്രവൃത്തികളേക്കാൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരീരഭാഷയുമായി ബന്ധപ്പെട്ട് ഖുർആൻ രസകരമായ ചില കാര്യങ്ങൾ നമ്മൾ ഉണർത്തിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, വല തംഷി ഫിൽ അർളി മറഹ, അഹങ്കാരത്തോടെ ഭൂമിയിൽ നടക്കരുതെന്ന് പറഞ്ഞു. അള്ളാഹുവിൻ്റെ നല്ല ദാസന്മാർ വിനയത്തോടെ നടക്കുന്നവരാണെന്ന് പറയുമ്പോൾ നടത്തത്തിൽ അഹങ്കാരം സ്ഫുരിക്കാത്തൊരു രീതി നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഒരാൾ സലാം പറയുന്നു അല്ലെങ്കിൽ പേര് ചോദിക്കുന്നു, വേറൊരു ഭാഗത്തേക്ക് പെട്ടെന്ന് തിരിഞ്ഞു കളയരുത്, മറിച്ച് ചോദിക്കുന്ന ആളോട് അഭിമുഖമായി നിൽക്കണം. വല തുസഇർ ഖദ്ദക ലിന്നാസ്, നീ ജനങ്ങളോട് പെരടി തിരിച്ചു കളയരുത്. ഈ പെരടി തിരിച്ചു കളയുന്നത് അത് ബോധപൂർവമാണെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ അവഗണിച്ചുകൊണ്ടാണെങ്കിൽ അതൊരു അഹങ്കാരത്തിൻ്റെ അടയാളമായിട്ടാണ് കണക്കാക്കുക. അതുപോലെ സഹോദരിമാർ അവരുടെ നടത്തത്തിൽ വല യദ്രിബിന ബി അർജുലിഹിൻ ലിയുഅലമ മാ യുഖ്ഫീന മിൻ സീനതിഹിൻ, തങ്ങളുടെ സൗന്ദര്യം പ്രകടിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരെ അറിയാൻ വേണ്ടി കാലുകൊണ്ട് ശബ്ദമുണ്ടാക്കി നടക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ അഥവാ വസ്ത്രധാരണ രീതിയിൽ പാലിക്കേണ്ട മുസ്ലിം സഹോദരിമാർ പാലിക്കുന്ന ആ ഒരു സംസ്കാരവും ആ തനിമയും ഹാവഭാവാദികളിൽ പോലും സൂക്ഷിക്കുകയാണ്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഖുർആൻ ഇതുമായി ബന്ധപ്പെട്ട് വിവരിക്കുന്നുണ്ട്. അപ്പോൾ സിറിയയിലുള്ള ദാറുൽ ഇമാദിൻ്റെ ഈ ഒരു പുസ്തകം ലുഗത്തുൽ ജസദ്, ശരീരഭാഷ, ഇതിനെക്കുറിച്ച് ഖുർആനിൽ വന്നിട്ടുള്ള സൂക്ഷ്മമായ ചില കാര്യങ്ങൾ ഇവിടെ ഉണർത്തിയെന്ന് പറയുമ്പോൾ ഞാൻ ഈ പുസ്തകത്തെ ഇവിടെ പരിചയപ്പെടുത്തല്ല, മറിച്ച് ഈ വിഷയം പരിചയപ്പെടുത്താണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഇതുപോലുള്ള സൂചനകൾ വരുമ്പോൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയാണ്. നമ്മുടെ സംസാരത്തിലും നടത്തത്തിലും പെരുമാറ്റത്തിലൊക്കെ പല രീതികളും നമ്മുടെ നിലപാടും സ്വഭാവവും അറിയിക്കുന്നുണ്ട്. ഇതുപോലുള്ള ധാരാളം കാര്യങ്ങൾ ഇനി കൂടുതൽ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇത് കൗതുകരമായ പല വിവരങ്ങളും ഈ പുസ്തകത്തിൽ കണ്ടപ്പം ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി എന്ന് മാത്രം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഭാര്യ ഒരു കുഞ്ഞുണ്ടാകുമെന്ന് സന്തോഷ വാർത്ത അറിയിച്ചപ്പോൾ ഖുർആൻ പറയാണ്, ഫസക്കത്ത് വജ്ഹഹ, അവർ മുഖത്തടിച്ചു. മുഖത്തടിച്ചു എന്ന് പറഞ്ഞാൽ കൈ അവർ മുഖത്ത് വെച്ചു എന്നർത്ഥം. ലജ്ജ നിമിത്തം അല്ലെങ്കിൽ ആ അത്ഭുതം നിമിത്തം സാധാരണ സ്ത്രീകൾ കാണിക്കുന്ന ഒരു ബ്ലഷ്, അത് ഖുർആൻ സൂചിപ്പിക്കുകയാണ്, ഫസക്കത്ത് വജ്ഹഹ. അങ്ങനെ കൗതുകരമായ രസകരമായ പല സംഗതികളും ഈ പുസ്തകത്തിൽ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതിവിടെ സൂചിപ്പിച്ചു എന്ന് മാത്രം.